ഹാഷിർ എന്ന് പറയുന്ന ഒരാൾ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരാളാണ്. ശരിക്കും ഹാഷിർ അല്ല, ഹാഷിറേ എന്നുള്ളതാണ്. അതാണ് ശരിക്കും ഹാഷിർ. കാലഘട്ടത്തിന്റെ മാറ്റമാണല്ലോ. നമ്മൾ എവിടെ നിന്ന് ആൾക്കാരെ പിക്ക് ചെയ്യുന്നു. നമ്മൾ അതെ നമ്മൾ നാടകത്തിൽ നിന്നായിരുന്നു, അല്ലെങ്കിൽ മിമിക്കിൽ നിന്നായിരുന്നു. ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് ആൾക്കാർ. മറ്റൊരു തരം വേദിയാണ്. അത്രേ ഉള്ളൂ. മാത്രമല്ല വളരെ ജെന്യൂൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന, വലിയ മ്യൂസിക്കുകളോ ബഹളങ്ങളോ പരിപാടികളോ ഒന്നും ഇല്ലാതെ ഒരു മൊബൈൽ എടുത്ത് ചെറിയ നിമിഷങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ടോ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ കൊടുത്ത്. ഇപ്പൊ ഹാഷിർ എന്ന് പറയുന്ന ഒരാൾ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരാളാണ്. ശരിക്കും ഹാഷിർ അല്ല, ഹാഷിറേ എന്നുള്ളതാണ്. അതാണ് ശരിക്കും ഹാഷിർ. ഇപ്പൊ വാഴ എന്നുള്ള സിനിമയിൽ ഹാഷിറായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. റൈഫിൾ ക്ലബ്ബിൽ വരുമ്പോൾ ഇൻഫ്ലുവൻസർ എന്നുള്ളതിനപ്പുറത്ത് ഹനുമാൻ കൈൻഡ് അവിടെ പ്രധാനപ്പെട്ട ഒരു വില്ലനായിട്ട് വരുന്നു. ഞാൻ പറഞ്ഞ അവരുടെയൊക്കെ ഒരു സ്വാഗും അവരുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ നമ്മൾ സിനിമയിലേക്ക് എടുക്കുകയാണ്. മറ്റൊരു സിനിമയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ആ ഒരു പെർട്ടിക്കുലർ സിനിമക്ക് അത് പറ്റും. ഇപ്പോൾ വാഴ 2-ലും ഹാഷിർ വരും. അത് കഴിഞ്ഞിട്ട് ഹാഷിർ മറ്റൊരു സിനിമ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നെപ്പോ കിഡ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആൾക്കാർ അവർ സിനിമയിൽ എത്താൻ എളുപ്പമാണ്. എത്താൻ ഈ ഇൻസ്റ്റാഗ്രാമും ഇൻഫ്ലുവൻസും അവരുടെ കഴിവൊക്കെ ഉണ്ടാവാം. പക്ഷെ നിലനിൽക്കുക എന്ന് പറയുന്നത് നെപ്പോ വരുന്നുണ്ട് നമ്മുടെ ഇന്നസെന്റിന്റെ. അതെ ഒരു പാവം ഒരു നിഷ്കു ആയിട്ടുള്ള ഒരു നെപ്പോ.